ഗാസയുമായുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേലിന് ഡ്രോണുകളും ആയുധങ്ങളും നൽകിയെന്ന് മുൻ ഇസ്രായേൽ അംബാസഡർ ഡാനിയൽ കാർമോൺ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. 1999 കാർഗിൽ യുദ്ധ സമയത്ത് ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയ പിന്തുണ എന്നത് വളരെ വലിയതാണ്. ഒരുപക്ഷെ ഇതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ ഗാസയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് എന്ന് ഇന്ത്യയിലെ മുൻ ഇസ്രായേൽ അംബാസഡർ ഡാനിയൽ ഖർമൺ പറയുന്നു. പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകിയ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. കാർഗിൽ യുദ്ധ സമയത്ത് ഇസ്രായേൽ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഇന്ത്യക്കാർ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് അത് മറക്കാനും കഴിയില്ല എന്നും കാർമൺ കൂട്ടിച്ചേർത്തു. 2014 മുതൽ 2018 വരെ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു കാർമൺ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള സൈനിക സാമഗ്രികളും ഉപകരണങ്ങളും ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയിരുന്നു. മിഡിൽ ഈസ്റ്റേൺ രാജ്യമായ ഗാസയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ ആവട്ടെ ഇസ്രായേലിന് ഡ്രോണുകളും പീരങ്കി ഷെല്ലുകളും വിതരണം ചെയ്തുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഡാനിയൽ കാർമൺ ഇപ്പോൾ ഇത് പറയുന്നത്. ഹൈദരാബാദിൽ നിർമ്മിച്ച അത്യാധുനിക ഹെർമിസ് 900 ഡ്രോണുകൾ ഇന്ത്യ ഇസ്രായേലിന് നൽകിയതായി ഫെബ്രുവരിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഇസ്രായേൽ സ്ഥാപിച്ചതാണ് ഹൈദരാബാദ് ഈ സൗകര്യം. എന്നിരുന്നാലും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഉപയോഗത്തിനായി 20ഓളം ഡ്രോണുകൾ അയച്ചതായി റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇന്ത്യ ഈ റിപ്പോർട്ടുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കാർമോണിന്റെ പരാമർശങ്ങളോടെ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.